ഉത്തർപ്രദേശിലെ സംഭലിൽ പള്ളി ക്ഷേത്ര തർക്കത്തെ തുടർന്ന് കലാപം പള്ളിസ്ഥലത്ത് സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. പണ്ട് ക്ഷേത്രമായിരുന്നെന്നും മുഗൾ കാലത്ത് പൊളിച്ച് പള്ളി പണിതുവെന്നുമാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. സംഭലിലെ ഷാഹി ജുമാ മസ്ജിദ് മുഗൾ ഭരണകാലത്ത് ബാബർ പൊളിച്ച അമ്പലമാണെന്നാരോപിച്ച് ഹിന്ദു സംഘടനാ നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ വിഷ്ണു ശങ്കർ ജെയിനാണ് സംഭൽ പ്രാദേശിക കോടതിയെ സമീപിച്ചത്. തുടർന്ന് കോടതി പള്ളിയിൽ സർവേ നടത്താൻ ഉത്തരവിടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സർവേ നടത്തി. കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സർവേ നടത്താൻ തിരക്കിട്ടെത്തി. പ്രാഥമിക വിവരങ്ങൾ എടുത്തതുപോലും ഗൂഢാലോചന എന്ന വാദവുമായി പരിസരവാസികളും വിശ്വാസികളും രംഗത്തെത്തുകയായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഇന്ന് തുടർ സർവേ നടപടികൾക്കായി പള്ളിയിലെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞത് സംഘർഷമുണ്ടാക്കി. തുടർന്ന് പോലീസും ഉദ്യോഗസ്ഥരുമായി 300ഓളം വരുന്ന പ്രദേശവാസികൾ ഏറ്റുമുട്ടുകയും പോലീസിന് നേരെ കല്ലെറിയുകയും സമീപത്തെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തു. അതിനിടെയാണ് പോലീസ് വെടിവെപ്പുണ്ടായത്. വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. 19 പേരെ സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ പേര് വിവരം പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകൂ എന്നും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് കുമാർ പറഞ്ഞു. അതേസമയം കോടതി നിർദ്ദേശമനുസരിച്ച് സർവേ നടപടികൾ നടത്തിയതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നവംബർ 29-ന് കോടതിയിൽ സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. 5-ലധികം ആളുകൾ കൂട്ടം കൂടുന്നതിനും വിലക്കുണ്ട്. 1529-ൽ ഷാഹി ജുമാ മസ്ജിദ് ബാബർ പൊളിച്ചുവെന്ന് പറഞ്ഞ് ഹർജി നൽകിയ വിഷ്ണു ജെയിൻ തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് കൂടിയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.